ലോകത്തിലെ കരുത്തരിൽ കരുത്തനും കരുത്തിൻ്റെ കരുത്തനും കരുത്തനായ കരുത്തനും പിന്നെ കരുത്തോടെ കരുത്തനായി നിൽക്കുന്നവനുമൊക്കെയായ ട്രംപിനെ അടുത്ത് നിർത്തിക്കൊണ്ട് മുഹമ്മദ് ബിൻ സൽമാൻ്റെ ഒരു ചിരിയുണ്ട്. ആ ചിരി ഒരു ഒന്നൊന്നര ചിരിയാണ്. ആ ചിരി വേറൊന്നിൻ്റെയും ചിരിയല്ല. ഈ അമേരിക്കൻ പ്രസിഡൻറ്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് ആദ്യ സന്ദർശനത്തിനായി നേരെ ഇങ്ങോട്ട് സൗദിയിലേക്ക് എത്തുന്നതും പിന്നെ എന്ന് വേണ്ട തിരിച്ചു പോകുന്നത് ഖത്തറിൻ്റെ എയ്റോപ്ലെയിനിലും ഒക്കെ ആവുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു ചിരിയുണ്ടല്ലോ. ആ ചിരിയുടെ അർത്ഥം ഇതാണ്: ഈ വലിയ കരുത്തുള്ള കുതിര എത്ര കരുത്തുള്ളതായാലും ഒരു പരുവം കഴിഞ്ഞാൽ പിന്നെ ആ കരുത്ത് തോരാതിരിക്കണമെങ്കിൽ അതിനെ സർക്കസുകാർക്ക് കൊടുക്കണം. പിന്നെ സർക്കസുകാരുടെ പ്രധാന വിനോദം ഈ കുതിരയെ കളിപ്പിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കലാണ്. അതിനുവേണ്ടിയുള്ള ആഹാരം കൊടുക്കും, അതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, എല്ലാ ഏർപ്പാടുകളും ചെയ്തു കൊടുക്കും. അപ്പോൾ ആ കുതിര നോക്കുന്നത് എന്താണെന്നറിയോ? കുത്താനുള്ള കൊമ്പ് അത് തേഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു, ശരീരം വല്ലാതെ ക്ഷീണിക്കുന്നു. ഇനിയിപ്പോൾ നോക്കി നിന്നിട്ട് കാര്യമില്ല. എവിടെയാണോ തീറ്റയുള്ളത് അവനോടൊപ്പം നിന്ന് സർക്കസ് കളിക്കലാണ് നല്ലത്. സൗദി അറേബ്യ, ഞാൻ പല വീഡിയോകളിലും പറഞ്ഞതുപോലെ, ഒരു 10, 15, 20 വർഷം കഴിയുമ്പോൾ ലോകത്തിൻ്റെ സാമ്പത്തിക തീരുമാനങ്ങളും അതുപോലെയുള്ള നയങ്ങളും തീരുമാനിക്കുന്ന ഒരു വലിയ രാജ്യമായി മാറും. നോക്കൂ, ഇന്ന് സൗദി അറേബ്യയ്ക്ക് സ്വന്തമാണ് ചൈന, സൗദി അറേബ്യയ്ക്ക് സ്വന്തമാണ് റഷ്യ, സൗദി അറേബ്യയ്ക്ക് സ്വന്തമാണ് നമ്മുടെ രാജ്യം പോലും അടുപ്പമാണ്. പക്ഷേ അങ്ങ് അകലെ നിന്നിരിക്കുകയായിരുന്നു സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ്. ട്രംപ് അവിടെ നിന്ന് നോക്കുമ്പോൾ ചൈന വല്ലാതെ പൊങ്ങുന്നു എന്ന് മാത്രമല്ല സൗദിയുമായി അടുക്കുകയും ചെയ്യുന്നു. ഈ ആളുകൾ ആവേശം കൊണ്ട് സംഘികളും കൃസംഘികളും ഒക്കെ ബഹളം വെക്കുന്നത് പോലെ അമേരിക്കയ്ക്കും അമേരിക്കൻ പ്രസിഡൻറ്റിനും ചിന്തിക്കാനാവില്ലല്ലോ. പുള്ളി ഒരു നല്ല കച്ചവടക്കാരനാണ്. പുള്ളി പറഞ്ഞതുപോലെ ആരാണ് ഇത്രയും വിലയുള്ള ഒരു വിമാനം സൗജന്യമായി തന്നാൽ വാങ്ങാതിരിക്കുന്നത്? അവനൊരു മണ്ടനല്ലേ എന്നാണ് പുള്ളി പറഞ്ഞത്. പുള്ളി നോക്കുമ്പോൾ ഇസ്രയേലുമായിട്ട് ഒട്ടി നിന്നാൽ ഇസ്രയേലിന് അങ്ങോട്ട് കാശ് കൊടുക്കണം, ആയുധം കൊടുക്കണം. അങ്ങനെ തള്ളി ഈ വല്ലവും കിട്ടുന്ന ഇടങ്ങളിലൊക്കെ ശത്രുതയാക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം? സംഗതി ഇപ്പോൾ പുള്ളി മലക്കം മറിഞ്ഞ് കിടക്കുക. ഇന്നത്തെ മനോരമയുടെ ഒരു വാർത്തയുടെ തലക്കെട്ട് തന്നെ നെതന്യാഹുവിന് ആകെ ആശങ്കയും അതുപോലെ തന്നെ ഉത്കണ്ഠയും ആകാംക്ഷയും ഒക്കെ നിറഞ്ഞിട്ട് ബ്ലഡ് പ്രഷറും ഷുഗറും ഒക്കെ വല്ലാതെ കൂടിയെന്നാണ് പറയുന്നത്. കാരണം സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് മലക്കം മറിഞ്ഞു. പശ്ചിമേഷ്യൻ വിഷയത്തിൽ ഈ പറയുന്ന വ്യത്യസ്തമായ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളുമൊക്കെ ഈ അറേബ്യൻ സന്ദർശനത്തിനിടയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരം സംഗതികളെക്കുറിച്ചൊന്നും നെതന്യാഹുവിനോട് ഒന്നും പറയുന്നുമില്ല ട്രംപ് മച്ചമ്പി. അപ്പം ചുരുക്കത്തിൽ ഇതെല്ലാം കൂടി കിടന്ന് കുഴയുകയാണ് എന്ന് മാത്രമല്ല, ഇപ്പോഴും ഹൈലൈറ്റ് ആ ട്രംപിനെ അടുത്ത് നിർത്തിക്കൊണ്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ്റെ ചിരി തന്നെയാണ്. ആ ചിരിയുടെ ഓരോ ഭാവങ്ങളിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് അർത്ഥങ്ങൾ.